ഹായ്, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് നമ്മളുടെ മോഡൽ എക്സാമിനാണെങ്കിലും ആനുവൽ എക്സാമിനാണെങ്കിലും പബ്ലിക് എക്സാമിനാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതൊന്ന് റിവിഷൻ ചെയ്ത് നമുക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ചലഞ്ചസ് ഇൻ നാഷൻ ബിൽഡിംഗ്, അതായത് രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികളിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ചോദിക്കുക എന്ന് ചോദിച്ചാൽ ഞാനത് പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയുകയുണ്ടായി, എങ്കിലും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത്, അതായത് ആരാണ് who is the person associated with the famous speech meeting with destiny, അതായത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ആരാണ് ആ പ്രസംഗം നടത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജവഹർലാൽ നെഹ്റു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ജവഹർലാൽ എന്നുള്ള പേര് അതിന് നേരെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് 2 മെയിൻ ഗോൾസ് ഇൻ ഇന്ത്യ, അതായത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 2 ലക്ഷ്യങ്ങൾ. 2 മെയിൻ ഗോൾസ്, ഇന്ത്യ സ്വതന്ത്ര ഭാരതത്തിൻ്റെ 2 ലക്ഷ്യങ്ങളേവ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആൻസർ ഫോം എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, അതായത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഫോം ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ജനാധിപത്യ രാഷ്ട്രം രൂപീകരിക്കുക എന്നതാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ഓൾ, പർട്ടിക്കുലർലി ദ പുവർ ആൻഡ് സോഷ്യലി ഡിസഡ്വാൻറ്റേജഡ് സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ, അതായത് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എല്ലാവരുടെയും ക്ഷേമത്തിനാണ്, പ്രത്യേകിച്ചും ദരിദ്രരും സാമൂഹികമായി അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പാക്കുക എന്നതാണ്. അപ്പോൾ ആ 2 പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ഷുവറായിട്ടും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് ടെക്സ്റ്റിൽ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. ആ ഫ്ലോ ചാർട്ട് പഠിച്ചു വയ്ക്കുക. ഞാൻ പറഞ്ഞു അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ബാക്കി 2 പോയിന്റ് ബ്ലാങ്ക് ആയി തന്നിട്ട് നിങ്ങൾക്ക് ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ പറയാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും അതൊന്ന് പഠിച്ചു വയ്ക്കണം. അതായത് 3 ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഭാരതം നേരിട്ട 3 വെല്ലുവിളികൾ എന്തെല്ലാം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ നാഷൻ ബിൽഡിംഗ്, പിന്നെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ സൊസൈറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ദേശരാഷ്ട്രങ്ങളുടെ നമുക്ക് ജനാധിപത്യം സ്ഥാപിച്ചെടുക്കൽ, സമൂഹത്തിൻ്റെ വികസനം എന്നുള്ളത് ഒരു പോയിന്റ്, എല്ലാവർക്കും ക്ഷേമം ഉറപ്പാക്കുക, സാമൂഹ്യമായ വികസനം ഉറപ്പാക്കുക എന്നുള്ളത് ഒരു പോയിന്റ്. പിന്നെ നെക്സ്റ്റ് വൺ ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുക. അപ്പോൾ നാഷൻ ബിൽഡിംഗ്, ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കൽ, ജനാധിപത്യം ആരംഭിക്കൽ, അതുപോലെ സാമൂഹികമായ വികസനം ഉറപ്പാക്കുക, ഇങ്ങനെ 3 പോയിന്റ്. അപ്പോൾ നാഷൻ ബിൽഡിംഗ്, ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, സൊസൈറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് 3 പഠിച്ചു വയ്ക്കുക. മലയാളം മീഡിയം കുട്ടികൾക്ക് ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുക, അതുപോലെ തന്നെ ജനാധിപത്യം സ്ഥാപിക്കുക, സാമൂഹികമായ വികസനം ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇനി നമ്മളുടെ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഇതേ ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 3 ചലഞ്ചസ് എന്നുള്ളത് കുറച്ച് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടാണോ കൊടുക്കണത്, വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണോ കൊടുക്കണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ താഴെ ഒരു 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന പോയിന്റ് എന്ത് ചെയ്തിരിക്കണം, ഒന്ന് വായിച്ച് പഠിച്ച് വെച്ചിരിക്കണം. എന്നിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഷുവർ ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. ഇനി നമുക്ക് അടുത്തൊരു 8 മാർക്കിൻ്റെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പാർട്ടീഷൻ പ്രോസസ് ഓഫ് പാർട്ടീഷൻ എന്നുള്ളതും, അതുപോലെ തന്നെ കോൺസിക്വൻസ് ഓഫ് ദി പാർട്ടീഷൻ എന്നുള്ളതും ഒരു ഷുവർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രോസസ് ഓഫ് പാർട്ടീഷൻ നന്നായി പഠിച്ചു വയ്ക്കുക, അതുപോലെ തന്നെ കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷനും നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഷുഡ് ബി ഡിവൈഡഡ് ഇൻടു 2 ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ഓൺ ദി ബേസിസ് ഓഫ് റിലീജിയസ് മെജോറിറ്റി, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നമ്മൾ
രാജ്യത്തിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യയെ രണ്ട് ഭാഗമാക്കിയത്, മതപരമായിട്ടാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മുസ്ലിംസ്, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിഭജിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരേ സ്ഥലത്ത് നിറയെ മുസ്ലിങ്ങളോ ഒരേ സ്ഥലത്ത് നിറയെ ഹിന്ദുക്കളോ അല്ലാത്തത് ഇന്ത്യക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് മാറി എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഇനി ഈ വിഭജനം എല്ലാ മുസ്ലിങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നില്ല പാകിസ്ഥാനിലേക്ക് പോകാൻ. അതുപോലെ തന്നെ എല്ലാ ദേശീയ നേതാക്കളും പാകിസ്ഥാനിലെ ഇന്ത്യ പാക് വിഭജനം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്തവരിൽ ഒരാളാണ് ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അപ്പോൾ നിങ്ങൾ ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ഫ്രണ്ടിയർ ഗാന്ധി. അതൊരു ടോപ്പ് 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊന്നാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഓഫ് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ്, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ നേതാവായിട്ടുള്ള ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നറിയപ്പെടുന്ന ആളാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അപ്പോൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഓഫ് നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസ് നോൺ ആസ് ഫ്രണ്ടിയർ ഗാന്ധി. ഇദ്ദേഹം എഗെയിൻസ്റ്റ് ടു നാഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ എതിർത്തു. ആ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലെങ്കിൽ ടു നാഷൻ തിയറി എന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുത്ത ആളുടെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ ഫ്രണ്ടിയർ ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ടു നാഷൻ തിയറി മുഹമ്മദ് അലി ജിന്ന, അതേപോലെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ജവഹർലാൽ നെഹ്റു. ഈ പാഠത്തുനിന്ന് 3 വ്യക്തിത്വങ്ങളും ആ 3 പേരുടെ തിയറികളും ഓർത്തു വയ്ക്കുക. ഇനി അതേപോലെ തന്നെ കുറേ മുസ്ലിങ്ങൾ ഇന്ത്യയെ വിട്ട് പോകാൻ തയ്യാറില്ല, ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇരിക്കണോ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മൾക്ക് അടുത്തത് ഈ കോൺസിക്വൻസ് ഓഫ് ദി പാർട്ടീഷൻ എന്നുള്ളതാണ്. കോൺസിക്വൻസ് ഓഫ് ദി പാർട്ടീഷൻ എന്ന് പറയുന്നതിൽ ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് ആക്സിഡൻ്റൽ അൺപ്ലാൻഡ് ആൻഡ് കാറ്റസ്ട്രോഫിക് ഹ്യൂമൻ ട്രാൻസ്ഫർ എവർ സീൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. അതായത് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും അവിചാരിതമായി സംഭവിച്ചു, പെട്ടെന്ന് സംഭവിച്ചു, അങ്ങനെ പറയാവുന്ന ഒരു കാര്യമല്ല. കുറച്ച് എന്താ പറയുക, ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ വിഭജനം ആവശ്യമാണെന്ന് ഏറെക്കുറെ ഒരു ഇരുവിഭാഗക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടിക്രമങ്ങളാണ്, ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്നും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ചില നടപടിക്രമങ്ങളാണ് എന്തിന് കാരണമായിട്ട് മാറിയത്, ഇന്ത്യ വിഭജനത്തിന് കാരണമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ അതിൽ അതിർത്തിയിൽ പ്രവേശിക്കുന്ന അതായത് അതിർത്തിയിൽ താമസിക്കുന്ന, ബോർഡറിൽ താമസിക്കുന്ന പല ആളുകളും, അത് മറ്റു മതക്കാർ, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ലാത്ത മറ്റു മതക്കാരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്തു. അവർ ഒരുപാട് സഫർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ. കാരണം ഇപ്പോൾ സിഖുകാർ, ജൈന മതക്കാർ അവരൊക്കെ ഉണ്ട്. അവർക്ക് സംശയം നമ്മൾ ഏത് രാജ്യത്തിലാണ് താമസിക്കേണ്ടത്. കാരണം ഹിന്ദു ആണെങ്കിൽ ഇന്ത്യയിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു, മുസ്ലിം ആണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ സിഖ് മതക്കാരും ജൈന മതക്കാരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആ ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാർക്കൊരു വലിയ വിഷയമായിട്ട് മാറി. പിന്നെ സ്വത്ത് വിഭജനം പോലെയോ അല്ലെങ്കിൽ വർഗീയ വിഭജനം പോലെയോ ഒക്കെ ഇപ്പോൾ മഹാത്മാഗാന്ധി ശരിക്കും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് തന്നെ ഈ ഒരു അവസ്ഥയെ എത്തിയതായിട്ട് വിശദീകരിക്കുന്നുണ്ട്. കാരണം ഗാന്ധിജിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അതുപോലെ തന്നെ ഗാന്ധിജിയെ പോലെ തന്നെ കുറേ ദേശീയ നേതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ. ഇത് ഹിന്ദി മാത്രമാണ്. നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അതൊന്ന് പഠിച്ചാൽ എസ്സേക്ക് 8 മാർക്കിന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഹൂ ഈസ് നോൺ, അതുപോലെ തന്നെ നമുക്ക് ബോർഡർ ഗാന്ധി, ഫ്രണ്ടിയർ ഗാന്ധി അല്ലെങ്കിൽ ബോർഡർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന ആൾ. ഇനി നമുക്ക് അറിയേണ്ടത് അടുത്ത നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. അപ്പോൾ ആ വിഭജിക്കപ്പെട്ട ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ കൂടെ ചേരില്ല? അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ എല്ലാ രാജ്യങ്ങളെയും പിടിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കിയെങ്കിലും ചില രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ചേരുന്നില്ല. അങ്ങനെ പറഞ്ഞ രാജ്യങ്ങളുടെ പേര് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഹൈദരാബാദ്, ജുനഗഡ്, മണിപ്പൂർ, ജമ്മു കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡ്, മണിപ്പൂർ, ജമ്മു കാശ്മീർ ഇവരാണ് ഇന്ത്യയുടെ കൂടെ ചേരില്ല എന്ന് പറഞ്ഞിരുന്ന രാജ്യങ്ങൾ. ഇനി നമ്മൾ ഇതിനെതിരായിട്ട് കലാപം നടത്തിയ ഹൈദരാബാദിലെ ഒരു തീവ്രവാദ സംഘടനയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, എക്സ്ട്രീമിസ്റ്റുകളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടായി. ഹൈദരാബാദിലെ കർഷകർ ഹൈദരാബാദിലെ ഗവൺമെൻറ്റിനെതിരെ സമരം ആരംഭിച്ചപ്പോൾ അവിടെ രാജാവ് കർഷകർക്കെതിരെ ഉപയോഗിച്ച ഒരു സംഘടനയുണ്ട്, ഒരു എക്സ്ട്രീം സംഘടനയുണ്ട്. തീവ്രവാദ സംഘടനയുടെ പേരെന്താണ്? റസാക്കർമാർ എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയാണ് അത്. അപ്പോൾ ആ റസാക്കർമാർ എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയുടെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, പേര് നോട്ട് ചെയ്ത് വയ്ക്കുക.
പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് അറിയേണ്ട ഒരു പ്രത്യേകത 3 സ്റ്റേറ്റുകളും ഫോം ചെയ്തെടുത്തു നമ്മൾ റസാക്കർമാരാണ്. ഹൈദരാബാദ് ഭരിച്ചത് നൈസാമാണ്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹൈദരാബാദ് എന്ന് പറയുന്ന രാജ്യത്തിലെ നവാബ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇന്ത്യയുമായി സൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട് അവർ സൈൻ ചെയ്ത എഗ്രിമെൻറ്റിൻ്റെ പേര് ചോദിച്ചാൽ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്, സ്തംഭനാവസ്ഥ കരാർ. ഹൈദരാബാദിലെ രാജാവ് ഇന്ത്യയുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്ത കരാറിൻ്റെ പേരാണ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്, സ്തംഭനാവസ്ഥ കരാർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെറുതെ വയ്ക്കുക, മറക്കരുത്. പിന്നെ ഇനി നമുക്ക് അറിയേണ്ടത് മണിപ്പൂരിലെ രാജാവിൻ്റെ പേര് ബോധചന്ദ്ര സിംഗ് എന്നാണ്. അദ്ദേഹമാണ് ഇനി മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു പേര് കൂടിയുണ്ട്. ഫസ്റ്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത രാജ്യം, അതായത് ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ ഡെമോക്രാറ്റിക് ഇലക്ഷൻ വാസ് ഹെൽഡ് ടു ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ കൊണ്ടുവന്ന നാട്ടുരാജ്യം ഏത് എന്നാണ് ചോദ്യം. മണിപ്പൂർ. ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ ഡെമോക്രാറ്റിക് ഇലക്ഷൻ വാസ് ഹെൽഡ് ടു ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത സംസ്ഥാനം മണിപ്പൂരാണ്, അല്ലെങ്കിൽ നാട്ടുരാജ്യം മണിപ്പൂരാണ്. അതിൽ മഹാരാജ ബോധചന്ദ്ര സിംഗ് ആണ് അതിന് തയ്യാറെടുത്തത്, മണിപ്പൂരിലെ മഹാരാജാവ്. അപ്പോൾ അത് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനാണ് നോക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ റീഓർഗനൈസേഷൻ പ്രോസസ്സ്. ഇന്ത്യയിൽ ഇനിയൊരാൾ കൂടിയുണ്ട് നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരാൾ. സ്റ്റേറ്റിൻ്റെ റീഓർഗനൈസേഷന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. സർദാർ എന്നുള്ളത് അദ്ദേഹത്തിന് ഗാന്ധിജി കൊടുത്ത പേരാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തിന് പകരമായിട്ട് ഗാന്ധിജിയാണ് സർദാർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന, ഹോം മിനിസ്റ്റർ ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ആൾ. സോ നമ്മൾ അദ്ദേഹത്തെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ആളാണ്. ഇനി നമുക്ക് അറിയേണ്ട അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ യൂണിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ലാംഗ്വേജ് ബേസ്ഡ് യൂണിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് സ്ട്രൈക്ക് നടക്കുകയുണ്ടായി. അപ്പോൾ ആ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ വേണം വിത്ത് ലാംഗ്വേജിൻ്റെ ബേസിൽ ആദ്യമായിട്ട് തെലുങ്ക് ഭാഷയിൽ ഞങ്ങൾക്ക് ഒരു സംസ്ഥാനം വേണം, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ടൊരു സംസ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിയൻ മാതൃകയിൽ സമരം ചെയ്ത സ്ട്രൈക്ക് നടത്തിയ ഒരാളാണ് നമ്മുടെ പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ആൾ. അപ്പോൾ പോറ്റി ശ്രീരാമലു ആണ് ആദ്യമായിട്ട് ലിംഗ്വിസ്റ്റിക് ബേസിൽ ഒരു സ്റ്റേറ്റ് വേണം, തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ടൊരു സ്റ്റേറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതിന് തൻ്റെ ജീവൻ തന്നെ നൽകേണ്ടതായിട്ട് വരികയും ചെയ്തു. അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ തുടക്കത്തിൽ അതിൻ്റെ സ്ട്രൈക്കിന് രൂപം നൽകിയ ആളാണ്, ഗാന്ധിയൻ മാതൃകയിൽ സ്ട്രൈക്ക് ചെയ്ത് മരിച്ചുപോയ ആളാണ് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അങ്ങനെ ഫസ്റ്റ് രൂപം കൊണ്ട സ്റ്റേറ്റ് ഏത് എന്നാണ്. ഫസ്റ്റ് രൂപം കൊണ്ടിട്ടുള്ള സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് ബേസിൽ ഫസ്റ്റ് രൂപം കൊണ്ട സ്റ്റേറ്റിൻ്റെ പേരാണ് ആന്ധ്രാപ്രദേശ്. ഇനി നമുക്കറിയേണ്ടത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാണ്? ഫാസൽ അലി എന്നാണ്. നമ്മളതിന് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ ഫാസൽ അലി കമ്മീഷൻ എന്നാണ് പറയുന്നത്. ഫാസൽ അലി കമ്മീഷനിലുണ്ടായിരുന്ന, അതായത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലുണ്ടായിരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിൽ അതിൻ്റെ ചീഫ് എന്ന് പറയുന്നത് ഫാസൽ അലിയാണ്. മറ്റ് രണ്ടാൾക്കാരെന്ന് പറയുന്നത് HN കുൻസ്രുവും അതുപോലെ സർദാർ KM പണിക്കരുമാണ്. അപ്പോൾ 3 പേര് ഓർത്തു വയ്ക്കുക: HN കുൻസ്രു, സർദാർ KM പണിക്കർ, പിന്നെ നമ്മുടെ ചീഫായിട്ടുള്ള ഫാസൽ അലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഫാസൽ അലി കമ്മീഷൻ എന്ന് കൂടി നമ്മൾ പറയേണ്ടത്. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേണം നിങ്ങൾ മോഡൽ എക്സാമിനായാലും ആനുവൽ എക്സാമിനായാലും പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് വളരെ ഗൗരവത്തോടു കൂടി കാണുക, സീരിയസ് ആയിട്ട് പഠിക്കുക. സീരിയസ് ആയിട്ട് പഠിച്ച് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന് കുറച്ചുകൂടി ഒന്ന് ഓർമ്മ നിൽക്കാനായിട്ട് എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പം നമുക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ക്ലാസ് എത്തിക്കാൻ നോക്കുക, പഠിക്കാൻ നോക്കുക, നന്നായിട്ട് മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.